കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. ഗംഗാവലിപ്പുഴയിൽ ലോറി കണ്ടെത്തി. അർജുന്റെ ലോറി എന്ന് സ്ഥിരീകരണമില്ല. ലോറി ഉടൻ പുറത്തെടുക്കുമെന്ന് കാർവാർ MLA. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിന്തുണച്ചും PV അൻവറിനെ തള്ളിയും മുഖ്യമന്ത്രി. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. ശശിക്കെതിരായ ആരോപണങ്ങൾ തള്ളുന്നു. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച രീതി ശരിയായില്ല. ആദ്യം പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നുവെന്നും മുഖ്യമന്ത്രി. ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും രൂക്ഷ വിമർശനം. RSS കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ തൽക്കാലം നടപടിയില്ല. അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ പ്രശ്നം ഗൗരവതരമായി കാണുന്നു. രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്നത് CPIM രീതിയല്ല. PV അൻവറിന്റെ പരാതിയിൽ മുൻവിധിയില്ലാത്ത അന്വേഷണം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ADGPക്കും P ശശിക്കുമെതിരെ വീണ്ടും ആരോപണവുമായി PV അൻവർ. P ശശി പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി. സോളാർ കേസ് ഒതുക്കാൻ കൈക്കൂലിയായി അജിത് കുമാർ കള്ളപ്പണം കൈപ്പറ്റി. ഈ പണം ഉപയോഗിച്ച് കവടിയാറിൽ ഫ്ളാറ്റ് വാങ്ങിയെന്നും ആരോപണം. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം സംബന്ധിച്ച് വ്യാജ വാർത്ത സൃഷ്ടിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിന്റെ പ്രശ്നമല്ല, അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിട പറഞ്ഞത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ പോരാളി. മലയാള സിനിമയുടെ അമ്മുമുഖമായ കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകാൻ നാട്. കളമശ്ശേരി ടൗൺ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ ലോകം. സംസ്കാരം വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടുവളപ്പിൽ.